നമസ്കാരം. അർണോൾഡ് ഷോസ്നഗർ ജീവിതവിജയത്തിൻ്റെ പര്യായം, ചാപ്റ്റർ 19 ബിക്കമിങ് ഫാദർ. നരയുടെ അമ്മ അയച്ച ലീഫ്ലെറ്റ് വായിച്ച് ഒരുപാട് തിരിച്ചെങ്കിലും പിന്നീട് അവർ അതിനെക്കുറിച്ച് കാര്യമായി ചിന്തിച്ചു. രണ്ടുപേരും കരിയർ ബിൽഡപ്പ് ചെയ്യുന്ന തിരക്കിലാണ്. ഒപ്പം രണ്ടാൾക്കും പ്രായം കൂടി വരികയാണ്. നരിയ ആ സമയത്ത് വയസ്സ് 33, അർണോൾഡിന് 41. ഏതായാലും നരിയുടെ അമ്മയുടെ ആഗ്രഹം പോലെ 1989 ഡിസംബർ 13 അവർക്കൊരു മകള് ജനിച്ചു, കാതറിൻ. അവിടെയും അർണോൾഡ് അല്പം ഡിഫറൻ്റ് ആയിട്ടൊരു കാര്യം ചെയ്തു. ഇന്നിപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ വളരെ കോമൺ ആണ്. അന്നും അമേരിക്കയിൽ വലിയ കുഴപ്പമൊന്നുമില്ല. പ്രസവം മുഴുവൻ വീഡിയോ ടേപ്പിൽ ഷൂട്ട് ചെയ്തു. നരിയുടെ പാരൻസിനൊന്നും വിഷയമായിരുന്നില്ല. പക്ഷെ അർണോൾഡിൻ്റെ അമ്മ അതറിഞ്ഞ് അർണോൾഡിനെ ഒരുപാട് വഴക്കം പറഞ്ഞു. അവരൊക്കെ കുറെ കൂടി ഓർത്തഡോക്സായി ജീവിച്ചിരുന്ന ആൾക്കാരാണ്. ഇത്തരം ഒരു പുരോഗമനം അവർക്ക് ആലോചിക്കാൻ പോലും വയ്യ. ഉത്തരവാദിത്തങ്ങൾ കൂടുകയാണ്. അതുകൊണ്ട് തന്നെ അർണോൾഡ് ഒരു കാര്യത്തിൽ തീരുമാനമെടുത്തു. ഇനി വർഷത്തിൽ ഒരു സിനിമ കൂടുതൽ അഭിനയിക്കുന്നില്ല എന്ന് തീരുമാനമെടുത്തു. കാരണം ഈ കുടുംബം കൂടുതൽ ശ്രദ്ധിക്കണം. ഒപ്പം പുതിയ പ്രസിഡന്റ് ജോർജ് ബുഷ് ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ സമയത്ത് ഒരു ദിവസം ജോർജ് ബുഷിൻ്റെ പേഴ്സണൽ സെക്രട്ടറി അർണോൾഡിനെ വിളിച്ചു. പ്രസിഡന്റിനെ നേരിട്ട് കാണണം എന്ന ആവശ്യം. ഫിറ്റ്നസ് കൗൺസിലിൻ്റെ മെമ്പറായി താങ്കളെ ഞാൻ ഓൾറെഡി നോമിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ താങ്കളെ അതിൻ്റെ ചെയർമാനാക്കാൻ പോവാണ്. ആ സമയത്ത് ഈ അമേരിക്കയുടെയൊക്കെ ഏറ്റവും വലിയൊരു പ്രശ്നം, മനുഷ്യൻ്റെ ആരോഗ്യം ഏറ്റവും തകർത്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനം ടി വിയാണ്. ഇന്ന് മൊബൈൽ ഫോണായിട്ടുണ്ട്. ടി വി നോക്കി അതിൻ്റെ മുമ്പിൽ മണിക്കൂർ കണക്കിനിരിക്കും. കുട്ടികളും വലിയവരും എല്ലാവരും. കൂട്ടത്തിൽ എന്തെങ്കിലും സ്നാക്സും ഒക്കെ കാണും. അങ്ങനെ പൊണ്ണത്തടി അന്ന് വലിയൊരു പ്രശ്നമാണ്. സ്പോർട്സ് മേഖലയിൽ പ്രവർത്തിക്കുന്ന കുറച്ച് ആൾക്കാർ മാത്രമാണ് ഫിറ്റ്നസ്സിനെ കുറിച്ച് അവെയർ ആയിട്ടുള്ളത്. ബാക്കി എല്ലാവരും അത്യാവശ്യം പൊണ്ണത്തടിയും അതിൻ്റെ ഫലമായിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസസും ഒക്കെ ആയിട്ട് ഇരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ ഫിറ്റ്നസ്സിന് കൂടുതൽ പ്രചാരം കൊടുക്കണമെന്ന് പ്രസിഡന്റ് ജോർജ് ബുഷ് തീരുമാനിച്ചിരിക്കുകയാണ്. അർണോൾഡ് അതിനെക്കുറിച്ച് വിശദമായിട്ട് ആലോചിച്ചു. അതിനനുസരിച്ചുള്ള ഒരു പ്രോജക്റ്റും അദ്ദേഹം വർക്കൗട്ട് ചെയ്തു. ദ ഗ്രേറ്റ് അമേരിക്കൻ വർക്കൗട്ട് എന്ന ഒരു പ്രോഗ്രാം. അതായത് പ്രസിഡന്റിൻ്റെ ഒഫീഷ്യൽ റെസിഡൻസായ വൈറ്റ് ഹൗസിൻ്റെ ഫ്രണ്ടിൽ ഒരു വലിയ പുൽമൈതാനമുണ്ട്. ഏകദേശം 5 ഏക്കർ വിസ്താരമുള്ള മൈതാനം. ദ സൗത്ത് മെഡോ എന്നാണ് അതിൻ്റെ പേര്. അവിടെ വെച്ച് പലതരം സ്പോർട്സ് ഇവൻറ്റ്സ് നടപ്പിലാക്കുക എന്നൊരു പദ്ധതി അർണോൾഡ് പ്ലാൻ ചെയ്തു. പ്രസിഡന്റ് കേട്ട് വളരെയധികം സന്തോഷിച്ചു. അങ്ങനെ ആദ്യത്തെ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു മീറ്റിംഗ് സംഘടിപ്പിച്ചു. അപ്പോൾ വൈറ്റ് ഹൗസിലെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലെ ആൾക്കാരുണ്ട്. എല്ലാവരും ഈ പുതിയ പദ്ധതിയെ ഭംഗിയായിട്ട് എതിർക്കുകയാണ്. സെക്യൂരിറ്റി പ്രോബ്ലം എന്ന് ഒരു വിഭാഗം പറയുന്നു. ആ പുൽമൈതാനം മുഴുവൻ ഇത്രയും പബ്ലിക് വന്നു കഴിയുമ്പോൾ ഡാമേജ് ആവും എന്ന് മറ്റൊരു വിഭാഗം. ഫണ്ടില്ല എന്ന് വേറൊരു വിഭാഗം. അങ്ങനെ പലതരം അഭിപ്രായങ്ങൾ. പക്ഷേ 2 ആഴ്ച കഴിഞ്ഞ വീണ്ടും നടന്ന മീറ്റിങ്ങിൽ ആ പ്ലാൻ അപ്രൂവ് ചെയ്തു. കാരണം ഈ വിവരം അറിഞ്ഞ പ്രസിഡന്റ് ശക്തമായി ഇടപെട്ടു. അതുകൊണ്ട് തന്നെ പിന്നെ എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. അർണോൾഡിൻ്റെ പ്ലാൻ അനുസരിച്ച് പല സ്പോർട്സ് ആ മൈതാനത്തുനിന്ന്, വെയ്റ്റ് ലിഫ്റ്റിംഗ് മുതൽ ഫുട്ബോളും ഹോക്കിയും വരെയുള്ള പല സ്പോർട്സ് ഈവൻറ്റ്സ്, അതിൽ പങ്കെടുക്കുന്ന ഒരുപാട് ആൾക്കാർ, പിന്നെ അതിനുള്ള TV കവറേജ്, അങ്ങനെ ഒരു ഫിറ്റ്നസ് അവെയർനെസ്, എക്സസൈസ് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് എന്നുള്ള ഒരു അവെയർനെസ് അവിടെ വെച്ച് അർണോൾഡിൻ്റെ നേതൃത്വത്തിൽ അമേരിക്കൻ ജനതയ്ക്ക് കൊടുക്കുകയാണ്. കൂടാതെ അർണോൾഡ് മറ്റൊരു പ്ലാനും കൂടി പ്രസിഡന്റ് എടുത്ത് പറഞ്ഞു. ഈ അമേരിക്കയിലുള്ള 50 സ്റ്റേറ്റുകളിലും ഞാൻ നേരിട്ട് ചെന്ന് അവിടെ ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കും. അതിന് ഗവൺമെൻറ് ചെലവും വേണ്ട. കാരണം ഞാൻ അല്ലെങ്കിൽ തന്നെ ഓരോ സംസ്ഥാനങ്ങളിൽ സിനിമയുടെ പ്രൊമോഷനായിട്ട് ബന്ധപ്പെട്ട് പോകാറുണ്ട്. ആ കൂട്ടത്തിൽ ഈ ഒരു പരിപാടിയും കൂടി ചെയ്തേക്കാം എന്നൊരു അഭിപ്രായം അർണോൾഡ് പറഞ്ഞു. അതും പ്രസിഡന്റ് അപ്രൂവ് ചെയ്തു. അതായത് ഇവിടെയുള്ളവർക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഒന്നനങ്ങുന്നതിന് DA എഴുതിയെടുക്കുന്ന ആൾക്കാർക്ക് ആലോചിക്കാൻ പോലും പറ്റാത്തൊരു പരിപാടിയാണെന്ന് അർണോൾഡ് കാണിച്ചത്. ഏതായാലും അടുത്ത 1-2 കൊല്ലം കൊണ്ട് ആ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് അദ്ദേഹം അമേരിക്കയിലെ എല്ലാ സ്റ്റേറ്റുകളിലും സഞ്ചരിച്ചു. അവിടെ എല്ലാം ഇത്തരം ഡെമോൺസ്ട്രേഷൻസ് സംഘടിപ്പിച്ചു.
സ്കൂളുകൾ പ്രധാനമായും കേന്ദ്രീകരിച്ച് അത്തരം പരിപാടികൾ ആസൂത്രണം ചെയ്തു. അതിൻ്റെ ഫലമായി അമേരിക്കൻ ജനത പൊതുവെ എക്സസൈസ് ഡെയിലി ലൈഫിൻ്റെ ഭാഗമാക്കുക എന്നുള്ള ഒരു ചിന്തയിലേക്ക് മാറി. 1990 അമേരിക്കയിലെ ഏറ്റവും പ്രശസ്തമായ ടൈം മാഗസിൻ നടത്തിയ ഒരു സർവേയിൽ അർണോൾഡ് അദ്ദേഹത്തിൻ്റെ മറ്റൊരു സ്വപ്നം സാക്ഷാത്കരിക്കുകയാണ്. ആ സർവേയിൽ ദ ടോപ്പ് സ്റ്റാർ ഓഫ് ഹോളിവുഡ് എന്നുള്ള ഒരു സ്ഥാനം അർണോൾഡിന് കിട്ടുകയാണ്. മറ്റുള്ള ആക്ഷൻ ഹീറോസിനെല്ലാം മറികടന്ന്, അതുകൂടാതെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങിക്കുക എന്നുള്ള ഒരു സ്വപ്നവും അർണോൾഡ് ഇതിനിടയിൽ സാക്ഷാത്കരിച്ചു. അതായത് ദ ട്വിൻസിൽ ലാഭത്തിൻ്റെ 37% രണ്ട് നായക നടന്മാരും സംവിധായകനും കൂടി ഷെയർ ചെയ്തത്. അതിൽ അവർക്കിടയിൽ സ്പ്ലിറ്റ് ചെയ്തത് ഒരു പ്രത്യേക രീതിയിലായിരുന്നു. അതിന് തൊട്ട് മുമ്പ് അവർ ചെയ്ത സിനിമയിലെ പ്രതിഫലം കണക്കാക്കി ആ ഒരു റേഷ്യോയിൽ സ്പ്ലിറ്റ് ചെയ്തു. അതിൻ്റെ 20% ഷെയർ അർണോൾഡിന് കിട്ടി, 10% മറ്റേ നടനും ബാക്കി സംവിധായകനും. ആ സിനിമ 4 വർഷം വരെ വിജയകരമായി അമേരിക്കയിൽ പ്രദർശിപ്പിച്ചു. അമേരിക്കയിലും അതുകൂടാതെ മറ്റു രാജ്യങ്ങളിലും. പിന്നെ അതുകൂടാതെ 25 വർഷത്തേക്കുള്ള അതിൻ്റെ വീഡിയോ അവകാശം. അങ്ങനെ അതിൽ നിന്ന് കിട്ടിയ പ്രതിഫലം എന്ന് പറഞ്ഞാൽ ബാക്കി ഒരു സിനിമ നടനും സ്വപ്നം കാണാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു പ്രതിഫലം. അതോടെ വർഷങ്ങൾക്ക് മുമ്പ് കോനാൻ ദ ഡിസ്ട്രോയർ എഗ്രിമെൻ്റ് ഒപ്പിടുമ്പം $10 ലക്ഷം പ്രതിഫലം വാങ്ങിച്ചിരുന്നു. പക്ഷെ അന്ന് പ്രധാന എതിരാളി സിൽവസ്റ്റർ സ്റ്റാലോൺ വാങ്ങിക്കുന്നത് $30 ലക്ഷം. ഏതായാലും ട്വിൻസ് എന്നുള്ള സിനിമയോടെ അത്തരം എല്ലാ റെക്കോർഡ്സും മറികടന്ന് അർണോൾഡ് ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങിക്കുന്ന താരമായി, ഏറ്റവും കൂടുതൽ ജനപ്രീതിയുള്ള താരമായി. 90കളുടെ അവസാനം തന്നെ ജെയിംസ് കാമറോൺ, അതായത് ടെർമിനേറ്ററിൻ്റെ സംവിധായകൻ, പുതിയൊരു പ്രോജക്റ്റുമായി വരുന്നു. ടെർമിനേറ്റർ 2 ഫസ്റ്റ് പാർട്ടിൻ്റെ സീക്വൽ. ഇതിൽ ഒരു വ്യത്യാസമുള്ളത്, അർണോൾഡ് അതിൽ ഒരു വില്ലൻ റോബർട്ടായിരുന്നെങ്കിൽ ഇതിൽ വില്ലനല്ല, ഹീറോ പരിവേഷമുള്ള ഒരു റോബർട്ട്. വില്ലനായിട്ട് റോബർട്ട് വേറെ വരുന്നുണ്ട്. ഏതായാലും ആ സിനിമയുടെയും പ്രധാന സ്റ്റാർ അട്രാക്ഷൻ എന്ന് പറയുന്നത് അർണോൾഡ് തന്നെയാണ്. പഴയ താരനിരയിൽ ലിൻഡ ഹാമിൽട്ടൺ അഭിനയിക്കുന്നുണ്ട്. അവരുടെ മകനായിട്ട് അതിൽ വരുന്ന ഒരു കഥാപാത്രം ജോൺ കോണർ. കഴിഞ്ഞ ടെർമിനേറ്ററിൽ ഇവരെ കൊല്ലാനുള്ള ഒരു മിഷനുമായിട്ട് വന്ന റോബർട്ട്, അർണോൾഡ് അവതരിപ്പിച്ച റോബർട്ട് ഇപ്പോൾ അവരുടെ പ്രൊട്ടക്ടറായിട്ട് വരികയാണ്. കൊല്ലാൻ വേറൊരു ടെർമിനേറ്റർ വരുന്നു. കാഴ്ചയിൽ ചെറുതാണ്, പക്ഷേ ടെക്നോളജിക്കലി കൂടുതൽ അഡ്വാൻസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ അർണോൾഡിനേക്കാൾ പവർഫുള്ളാണ്. 1991 ടെർമിനേറ്റർ 2 റിലീസ് ചെയ്തു. ആ വർഷത്തെ എന്നല്ല, അതിനുശേഷം പിന്നെ ഒരുപാട് ടെർമിനേറ്റർ സീരീസിൽ സിനിമകൾ വന്നിട്ടുണ്ട്. അതെല്ലാം എടുത്തു നോക്കിയാലും ഏറ്റവും വലിയ വിജയമായിരുന്നു ടെർമിനേറ്റർ 2. ഈ കാലയളവിനുള്ളിൽ സംഭവിച്ച മറ്റൊരു സംഭവമായിരുന്നു ഇറാഖിൻ്റെ കുവൈറ്റ് ആക്രമണവും അതിനുശേഷം അമേരിക്ക ഇറാഖിനെ നേരിട്ട് തോൽപ്പിച്ചതുമായ സംഭവവികാസങ്ങൾ. ആയതിനായി ആയിരക്കണക്കിന് അമേരിക്കൻ പട്ടാളക്കാർ സൗദി അറേബ്യയിൽ ക്യാമ്പ് ചെയ്യുകയാണ്. ആ സമയത്താണ് അർണോൾഡ് ഒരു ന്യൂസ് കേൾക്കുന്നത്, പട്ടാളക്കാർക്ക് എക്സസൈസിനുള്ള എക്യുപ്മെൻറ്റ്സ് ഇല്ല. അവർ മണൽച്ചാക്കുകൾ ഉപയോഗിച്ചാണ് വെയിറ്റിന് പകരം എക്സസൈസ് എടുക്കുന്നത്. അർണോൾഡ് ഉടനെ തന്നെ സ്പോർട്സിൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറിയെ ബന്ധപ്പെട്ടു. അവരൊന്നിച്ച് ഒരു പത്രപ്രസ്താവന ഇറക്കി. അതിൻ്റെ ഫലമായിട്ട് ഒരുപാട് മാനുഫാക്ചറിങ് കമ്പനികൾ അവർക്ക് അത്തരം എക്യുപ്മെൻറ്റ്സ് സ്പോൺസർ ചെയ്തു. ഏകദേശം 40 ടണ്ണോളം വെയിറ്റുകളും ബാറുകളുമായി. പിന്നെ അതുകൂടെ എക്സസൈസ് എടുക്കാനുള്ള ബെഞ്ചുകളും ബാക്കിയുള്ള ഉപകരണങ്ങളും അതെല്ലാം പ്രത്യേക വിമാന സർവീസ് വഴി സൗദിയിലെത്തിച്ചു. അവിടെ പട്ടാളക്കാർക്കിടയിൽ അങ്ങനെ അത്തരം ഒരു നല്ല കാര്യം അർണോൾഡായിട്ട് തന്നെ ഇടപെട്ട് ചെയ്തു. ആ യുദ്ധത്തിനിടയിൽ അർണോൾഡിൻ്റെ കണ്ണിൽപ്പെട്ട മറ്റൊരു സംഭവമായിരുന്നു ഹമ്മർ SUV. നമുക്കറിയാം, ഇന്ന് ലോകത്തെല്ലാം വാഹനപ്രേമികളുടെ ഹരമാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, ഹരം എല്ലാവർക്കും ആവാം, കോടീശ്വരന്മാർക്ക് സ്വന്തമാക്കാൻ പറ്റുള്ളൂ. പക്ഷേ അന്നത്തെ കാലഘട്ടത്തിൽ ആ SUV മിലിറ്ററി പർപ്പസിന് മാത്രമുള്ളതായിരുന്നു. സാധാരണക്കാർക്ക് അത്തരം വാഹനങ്ങൾ ലഭ്യമായിരുന്നില്ല. അർണോൾഡിന് എന്തായാലും ആ ഒരു വണ്ടി വളരെയധികം ഇഷ്ടപ്പെട്ടു. അത്തരം ലെവലിലുള്ള ഒരു SUV വേറെ ഇല്ല. പലരും ഈ ജീപ്പും അത്തരം വാഹനങ്ങളൊക്കെ എടുത്ത് ടയർ ഓൾട്ടർ ചെയ്ത് എക്സ്ട്രാ ലൈറ്റ് പിടിപ്പിച്ച് അങ്ങനെയൊക്കെ അതുപോലെ ആക്കി നോക്കുകയാണ്. ഏതായാലും അർണോൾഡ് ഒരു ദിവസം ആ കമ്പനി സന്ദർശിച്ചു. AM ജനറൽ
എന്ന കമ്പനി സന്ദർശിച്ചു. അതിലെ ടോപ്പ് ഒഫീഷ്യൽസുമായിട്ട് സംസാരിച്ചു. അവസാനം അർണോൾഡിന് ഒരു പ്രത്യേക അനുമതി പ്രകാരം അവരൊരു SUV ഇഷ്യൂ ചെയ്തു. അർണോൾഡ് ആ SUV ലോസ് ആഞ്ചലസിൽ തന്നെയുള്ള ഒരു വർക്ക്ഷോപ്പിൽ കൊടുത്ത്, അത് അപ്പോൾ ഈ മിലിറ്ററി SUV എന്ന് പറയുമ്പോൾ കുറേ കൂടി റഫായിരിക്കും, അകത്ത് സീറ്റൊന്നും സാധാരണക്കാർക്ക് ഇരിക്കാൻ പറ്റിയ രീതിയിലായിരിക്കില്ല. അത്തരം കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി ഒരു ദിവസം അതേ SUV ആയിട്ട് AM ജനറലിൽ പോയി. എന്നിട്ട് അവരോട് സംസാരിച്ചു, ഈ രീതിയിൽ നിങ്ങളിത് ഇറക്കുകയാണെങ്കിൽ പബ്ലിക്കിൻ്റെ ഇടയിൽ ഇതിന് നല്ല പ്രചാരമായിരിക്കും. അതിനനുസരിച്ച് അവരതിൽ മാറ്റങ്ങൾ വരുത്തി. എന്ന് മാത്രമല്ല, അങ്ങനെ മാറ്റങ്ങൾ വരുത്തി ആ കമ്പനി ഉണ്ടാക്കിയ ആദ്യത്തെ SUV അർണോൾഡിന് ഒരു കോംപ്ലിമെൻ്റ് ആയിട്ട് കൊടുത്തു. അങ്ങനെ ഒരു വർഷത്തിനകം 2 ഹമ്മർ SUV സ്വന്തമാക്കി അർണോൾഡ്. പിന്നീടത് ഓപ്പൺ മാർക്കറ്റിൽ വന്നു. ലോകം മുഴുവൻ ആരാധകരുള്ള ഒരു വാഹനമായി മാറി. ഇതിനിടയിൽ തന്നെ ബിസിനസ് മേഖലയിലും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ലോസ് ആഞ്ചലസ് സിറ്റിയിൽ 2-3 ഷോപ്പിംഗ് കോംപ്ലക്സുകൾ പണി കഴിപ്പിച്ചു. അതെല്ലാം വളരെ പെട്ടെന്ന് തന്നെ വാടകയ്ക്കൊക്കെ പോവുകയും ചെയ്തു. പ്രധാനമായിട്ടും ഹോളിവുഡിൽ വർക്ക് ചെയ്യുന്ന സിനിമാ നിർമ്മാതാക്കളും സംവിധായകരും ഒക്കെ അവരുടെ ഓഫീസ് വ്യക്തിപരമായിട്ടുള്ള അടുപ്പം കൂടി ഉള്ളതുകൊണ്ട് അർണോൾഡിൻ്റെ കോംപ്ലക്സിൽ തന്നെ ആരംഭിക്കുകയാണ്. ആ സമയത്താണ് ഒരു ദിവസം അർണോൾഡിൻ്റെ അഡ്വക്കേറ്റ് ജേക്ക് ബ്ലൂം എന്ന വ്യക്തി അദ്ദേഹത്തെ ന്യൂയോർക്കിൽ ഒരു ഡിന്നറിന് ക്ഷണിച്ചു. അർണോൾഡ് ക്ഷണം സ്വീകരിച്ചു, അവിടെ എത്തി. അപ്പോഴാണ് അദ്ദേഹം അത്ഭുതപ്പെടുന്നത്, ആ ഡിന്നറിന് പങ്കെടുക്കുന്ന മറ്റ് 2 പ്രമുഖരായ വ്യക്തികളാണ്. ഒന്ന് സിൽവസ്റ്റർ സ്റ്റാലനും, പിന്നൊന്ന് അന്നത്തെ മറ്റൊരു ഹോളിവുഡ് സ്റ്റാറായ ബ്രൂസ് വില്ലിസും. സിൽവസ്റ്റർ സ്റ്റാലിൻ നമുക്കറിയാം, പ്രൊഫഷണലി അർണോൾഡും സിൽവസ്റ്റർ സ്റ്റാലിനും ശത്രുക്കളാണ്, ആയിരുന്നു. ഇപ്പല്ല, ഇപ്പോൾ ശത്രുതയൊക്കെ ഒരുവിധം മാറിയിരിക്കുകയാണ്. ആര് വലിയവൻ ആര് ചെറിയവൻ എന്നായിരുന്നല്ലോ തർക്കം. ഇപ്പോൾ അത് ഏകദേശം തീരുമാനമായി. ടോപ്പ് അർണോൾഡ് എന്നുള്ള ഒരു അവസ്ഥ എല്ലാവരും അംഗീകരിച്ചു കഴിഞ്ഞു. ആ ഡിന്നറിൽ വെച്ച് സിൽവസ്റ്റർ സ്റ്റാലിൻ അർണോൾഡിനോട് പറഞ്ഞ ഒരു കാര്യമാണ്, ഞങ്ങളൊരു ബിസിനസ് പാർട്ട്ണർഷിപ്പ് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, താങ്കളുകൂടി അതിൽ ഉൾപ്പെടുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. ഒരു ലക്ഷറി റെസ്റ്റോറൻറ്റ്, പ്ലാനറ്റ് ഹോളിവുഡ് എന്നാണ് അതിൻ്റെ പേര് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഉടമസ്ഥരുടെ പബ്ലിസിറ്റി കൊണ്ട് തന്നെ റെസ്റ്റോറൻറ്റ് നല്ല രീതിയിൽ വിജയിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതുകൂടാതെ അവിടെ വരുന്നവർക്ക് ചില സുവനിയറൊക്കെ വാങ്ങിക്കാനുള്ള അവസരവും കൂടി, അതായത് ഇപ്പോൾ ടെർമിനേറ്ററിൻ്റെയോ അല്ലെങ്കിൽ റോക്കിയുടെയൊക്കെ ബ്രാൻഡിലുള്ള ടീഷർട്ടുകൾ, പിന്നെ അതുകൂടാതെ ടെർമിനേറ്ററിൽ ഉപയോഗിച്ച ഹാർലി ഡേവിഡ്സൺ ബൈക്കിൻ്റെ ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കാം. അത്തരം കുറേ പ്രത്യേക ഓഫറുകളൊക്കെ വരുന്ന ഒരു റെസ്റ്റോറൻറ്റ്. അങ്ങനെ അവർ 3 ആളും കൂടി ഒരു പുതിയ ബിസിനസ് ആരംഭിക്കുകയാണ്. പ്ലാനറ്റ് ഹോളിവുഡ് എന്നുള്ള റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. അതും വൻ സാമ്പത്തിക വിജയമായിരുന്നു. ആ സമയത്ത് കാലിഫോർണിയയിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഒരു വലിയ റാലിയും അത് കഴിഞ്ഞുള്ള ഒരു യോഗവും, 13,000 ആൾക്കാർ പങ്കെടുക്കുന്ന ഒരു റാലി. അമേരിക്കയിലൊക്കെ അത് വലിയൊരു കാര്യമാണ്. അവിടെയൊന്നും ഇത്തരം ജാഥകളിലും റാലിയിലൊന്നും കൂടുതൽ ആൾക്കാർ പങ്കെടുക്കാറില്ല. ഏതായാലും ആ ഫംഗ്ഷന് അർണോൾഡിനെ നേരിട്ട് ക്ഷണിക്കുകയാണ്. അതുവരെ വ്യക്തിപരമായിട്ട് പരിചയമില്ലാതിരുന്ന ഒരു വ്യക്തി, അമേരിക്കയുടെ മുൻ പ്രസിഡന്റ് റിച്ചർഡ് നിക്സൺ. അർണോൾഡ് അമേരിക്കയിൽ ആദ്യമായിട്ട് എത്തുന്ന കാലത്ത് അദ്ദേഹമായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ്. അതിനുശേഷം റൊണാൾഡ് റീഗൻ, ജോർജ് ബുഷ് എന്നീ ആൾക്കാരെയൊക്കെ നേരിട്ട് പരിചയപ്പെട്ടെങ്കിലും നിക്സനുമായിട്ട് വ്യക്തിപരമായിട്ട് അടുപ്പമില്ല. എന്തായാലും നിക്സൺ അദ്ദേഹത്തെ നേരിട്ട് വിളിക്കുകയാണ് ഈ ഒരു ഫംഗ്ഷന് പങ്കെടുക്കണമെന്ന് പറഞ്ഞ്. അവിടെ വെച്ച് നിക്സൺ അദ്ദേഹത്തിന് ചെറിയൊരു സർപ്രൈസും കൊടുത്തു. കാരണം ഫംഗ്ഷന് പങ്കെടുക്കണമെന്നേ പറഞ്ഞുള്ളൂ. അവിടെ എത്തിയപ്പോൾ പെട്ടെന്ന് അർണോൾഡിനോട് ആവശ്യപ്പെട്ടു, താങ്കൾ ഒരു സ്പീച്ച് നടത്തണം. അർണോൾഡ് ആദ്യം പ്രിപ്പയർഡ് അല്ല എന്നൊക്കെ പറഞ്ഞു നോക്കിയെങ്കിലും ഒരു രക്ഷയില്ല. പക്ഷെ അന്ന് നടത്തിയ സ്പീച്ച് എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു പ്രിപ്പറേഷനൊന്നും ഇല്ലാതെ നടത്തുമ്പോൾ എന്താണ്, നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ ഓപ്പണായി ജനങ്ങളോട് ഷെയർ ചെയ്യണം. അതെന്തായാലും ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ജനങ്ങൾ നല്ല രീതിയിൽ അദ്ദേഹത്തെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു. ആ ഫംഗ്ഷന് അർണോൾഡിനോടൊപ്പം കൊണ്ടുപോയ ഒരു വ്യക്തിയായിരുന്നു അർണോൾഡിൻ്റെ ജ്യേഷ്ഠൻ്റെ മകൻ. മുമ്പൊരിക്കൽ ഓസ്ട്രേലിയ വെച്ച് ആ പയ്യനൊരു വാക്ക് കൊടുത്തിരുന്നു, സ്കൂൾ ഫൈനൽ നല്ല രീതിയിൽ പാസ്സായാൽ അമേരിക്കയിലേക്ക് കൊണ്ടുപോകാമെന്ന്. അങ്ങനെ ജ്യേഷ്ഠൻ്റെ മകനെ ഇപ്പോൾ അമേരിക്കയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അവൻ കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നിയമബിരുദം നേടിക്കഴിഞ്ഞു.
അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ രസകരമായ സംഭവം കൂടി പറയാനുണ്ട്. അർണോൾഡിനെ പണ്ട് വിറ്റ് കാശാക്കിയ ഒരാളും കൂടിയാണ്. അതായത് ആദ്യമായി പരിചയപ്പെട്ട് അർണോൾഡ് പിന്നെ ഹോളിവുഡിൽ സ്റ്റാറായി തുടങ്ങിയ സമയത്ത് ഇവൻ ഇടയ്ക്കിടയ്ക്ക് അർണോൾഡിൻ്റെ ഫോട്ടോകൾ ആവശ്യപ്പെട്ടുകൊണ്ട് അർണോൾഡ് ഒപ്പിട്ട ഫോട്ടോകൾ. അത് ഒരു മാസം 30-50 ഒക്കെയാണ് ആവശ്യം. കാര്യം അർണോൾഡ് പിന്നെയാണ് മനസ്സിലാക്കിയത്, ഈ ഫോട്ടോ അവൻ ക്ലാസ്മേറ്റ്സിൻ്റെ ഇടയിൽ കൊടുത്ത് പൈസ വാങ്ങിക്കും. ഒരു ഫോട്ടോയ്ക്ക് £1 കൊടുക്കാൻ ആൾക്കാരുണ്ട്. കാരണം അർണോൾഡ് വളരെ ഫേമസ് ആയ സ്റ്റാറാണല്ലോ. ആ ഫംഗ്ഷൻ്റെ അവസാനം ഒരു ഡിന്നർ, അതിൽ ജോർജ് ബുഷും പങ്കെടുത്തിരുന്നു, റിച്ചർഡ് നിക്സൺ ഉണ്ട്. ആ സമയത്താണ് റിച്ചർഡ് നിക്സൺ അർണോൾഡിനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടൊരു കാര്യം ആവശ്യപ്പെടുന്നു. അർണോൾഡ്, താങ്കളെ ഞാൻ കാലിഫോർണിയ ഗവർണറായി കാണാൻ ആഗ്രഹിക്കുന്നു.